ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഡേയ്സ് ആൻഡ് ബിസിനസ് ഐഡിയാസ് എന്ന സീരീസിലെ 20-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ആളുകൾ പതുക്കെ നാച്ചുറൽ പ്രൊഡക്റ്റിലേക്ക് മടങ്ങുകയാണ്. പ്ലാസ്റ്റിക്കിനും സിന്തറ്റിക് മെറ്റീരിയലിനും പകരം എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഈ മാറ്റത്തിനൊപ്പം വളരാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ് ഐഡിയ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് പൈനാപ്പിൾ ലീഫ് ഫൈബർ ബിസിനസ്. നമ്മൾ പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇല സാധാരണ എന്താണ് ചെയ്യാറ്? വെട്ടിക്കളയും അല്ലേ? പക്ഷെ ആ ഇലയിൽ നിന്ന് നാച്ചുറൽ ഫൈബർ, അതായത് പ്രകൃതിദത്ത നാരുകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഫൈബർ ഉപയോഗിച്ച് ബാഗ്, മാറ്റുകൾ, ഹാൻഡിക്രാഫ്റ്റ്, പേപ്പർ പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് തുടങ്ങിയ പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഫാർമേഴ്സിൽ നിന്ന് ഇലകൾ ശേഖരിക്കണം. ഹാർവെസ്റ്റ് കഴിഞ്ഞുള്ള ഇലകൾ സാധാരണ വേസ്റ്റായി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കൃഷിക്കാരുമായ ടൈപ്പായി കുറഞ്ഞ ചെലവിൽ ലീവ്സ് നമുക്ക് ശേഖരിക്കാം. ശേഖരിച്ച ഇലകൾ നമ്മുടെ പ്രോസസിംഗ് യൂണിറ്റിൽ എത്തിക്കുക. അവിടെ പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് ഇലയിൽ നിന്ന് ഫൈബർ വേർതിരിക്കും. ശേഷം ഫൈബർ കഴുകി വൃത്തിയാക്കും, നന്നായി ഉണക്കും, പിന്നെ ക്ലീൻ ചെയ്ത് ക്വാളിറ്റി അനുസരിച്ച് വേർതിരിക്കും. അവസാനം പാക്ക് ചെയ്ത് കസ്റ്റമറിന് സപ്ലൈ ചെയ്യാം. അത്രയാണ് ബേസിക് പ്രോസസ് വരുന്നത്. ഈ ഫൈബർ നമുക്ക് ആർക്കൊക്കെ വിൽക്കാൻ കഴിയും എന്ന് നമുക്ക് ഇനി നോക്കാം. ടെക്സ്റ്റൈൽ കമ്പനീസ്, ബാഗ് മാനുഫാക്ചേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ് കമ്പനീസ്, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് മാനുഫാക്ചേഴ്സ്, പേപ്പർ മാനുഫാക്ചേഴ്സ് തുടങ്ങിയ ബിസിനസ് ചെയ്യുന്നവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. പക്ഷേ ഫൈബർ മാത്രമായിട്ട് വിൽക്കുന്നതിൽ നിർത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഫൈബർ ഉപയോഗിച്ച് തന്നെ എക്കോ ഫ്രണ്ട്ലി ബാഗ്സ്, മാറ്റ്, ഹാൻഡിക്രാഫ്റ്റ്, ഹോം ഡെക്കോ പ്രൊഡക്ട്സ് തുടങ്ങിയവ ഉണ്ടാക്കി സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് 1 കിലോ ഫൈബർ റോ മെറ്റീരിയലായി വിൽക്കുന്നതിന് കിട്ടുന്ന വിലയും അതേ ഫൈബർ ഉപയോഗിച്ച് ഒരു ഫേഷ്യൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ കിട്ടുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ല ബിസിനസ് മോഡൽ. ഇനി ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നോക്കിയാലോ. ഈ ബിസിനസ്സിലെ പ്രധാന മെഷീനാണ് പൈനാപ്പിൾ ലീഫ് ഫൈബർ എക്സ്ട്രാക്ഷൻ മെഷീൻ. മെഷീന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഏകദേശം 2 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ വരാം. പിന്നെ വാഷിംഗ്, ഡ്രൈയിങ്, ക്ലീനിങ്, കട്ടിംഗ്, വേയിങ്, പാക്കിംഗ് തുടങ്ങിയ സെറ്റപ്പുകൾ കൂടി വേണം. അങ്ങനെ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാൻ ഏകദേശം 8 മുതൽ 15 ലക്ഷം രൂപ വരെ ആയേക്കാം. ഏകദേശ കണക്കുകളാണ്. ഇനി കുറച്ച് വലിയ യൂണിറ്റ് ആണെങ്കിൽ 20 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയും ആകാം. ഇത് ഒന്നുമില്ലാതെ ഒരു എക്സ്ട്രാക്ഷൻ മെഷീൻ മാത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. മെഷീൻ കപ്പാസിറ്റി, ഷെഡ്, ഇലക്ട്രിസിറ്റി, ലേബർ, ട്രാൻസ്പോർട്ടേഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് മാറി പറയാം. ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം ഫൈബർ ഉണ്ടാക്കി കമ്പനീസിന് സപ്ലൈ ചെയ്യാം. മാർക്കറ്റ് മനസ്സിലായ ശേഷം ഫൈബർ ഉപയോഗിച്ച് സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അതിനുശേഷം ബ്രാൻഡാക്കി ഓൺലൈനിലും ഓഫ്ലൈനിലും പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാം. അങ്ങനെ ബിസിനസ് വളരുമ്പോൾ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് പോകാം. USA, UK, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ എക്കോ ഫ്രണ്ട്ലി നാച്ചുറൽ പ്രോഡക്റ്റിന് മാർക്കറ്റ് കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. പക്ഷേ എക്സ്പോർട്ട് തുടങ്ങുന്നതിന് മുമ്പേ പ്രോഡക്റ്റ് ക്വാളിറ്റി, ഫെയർ റിക്വയർമെന്റ്, പാക്കിംഗ്, ടെസ്റ്റിംഗ്, സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെന്റ്സ് എന്നിവ ശരിയായി പരിശോധിച്ചിരിക്കണം. ബിസിനസ് തുടങ്ങുമ്പോൾ ഉദ്യോഗ രജിസ്ട്രേഷൻ, GST, ലോക്കൽ ട്രേഡ് ലൈസൻസ് തുടങ്ങിയ രജിസ്ട്രേഷൻ ആവശ്യമായി വരാം. പക്ഷെ ചെറിയ ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ഇത്രയധികം ലൈസൻസിന്റെ ആവശ്യം വേണ്ടിവരില്ല. മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയതിനാൽ ലോക്കൽ റൂൾസ് അനുസരിച്ച് മറ്റു പെർമിഷൻ ആവശ്യമായി ചിലപ്പോൾ വന്നേക്കാം. എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം IAC സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇനി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഷീൻ വാങ്ങിയിട്ട് കസ്റ്റമറിനെ അന്വേഷിക്കാൻ നിൽക്കരുത്. ആദ്യം ബയേഴ്സിനെ കണ്ടെത്തുക. ഫാമേഴ്സുമായി റോ മെറ്റീരിയൽ സപ്ലൈ ഉറപ്പാക്കുക. സ്മോൾ ട്രയൽ പ്രൊഡക്ഷൻ നടത്തുക. ഫൈബറിന്റെ ക്വാളിറ്റി, സെല്ലിംഗ് പ്രൈസും മനസ്സിലാക്കുക. എല്ലാം ശരിയാണെന്ന് ഉറപ്പായ ശേഷം പ്രൊഡക്ഷൻ വലിയ രീതിയിൽ തുടങ്ങാൻ പാടുള്ളൂ. നമ്മൾ വേസ്റ്റ് എന്ന് കരുതുന്ന ഒരു പൈനാപ്പിൾ ലീഫിന് പോലും ശരിയായ ടെക്നോളജി ഉപയോഗിച്ചാൽ വാല്യൂ കൊണ്ടുവരാൻ കഴിയും. ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാച്ചുറൽ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടുന്ന ഈ സമയത്ത് അഗ്രികൾച്ചർ വേസ്റ്റിന് വാല്യൂബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുക. അതിലൂടെ ചെറിയ മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങി പിന്നീട് സ്വന്തം ബ്രാൻഡാക്കി വളർത്താം. ഇതാണ് 100 Days 100 ബിസിനസ് ഐഡിയ ഡേ 20 പൈനാപ്പിൾ ലീഫ് ഫൈബർ ബിസിനസ്. ഈ ഐഡിയ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സേവ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെ സിമ്പിൾ ആയി മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാക്ടിക്കൽ ബിസിനസ് ഐഡിയാസ് ദിവസവും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യും. താങ്ക് യു.